നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മുരുടേശ്വർ ക്ഷേത്രവും മുരുടേശ്വർ ബീച്ചുമാണ്. കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ കൂടി നോർത്തിലേക്ക് സഞ്ചരിച്ച് കൊച്ചിൻ പനവേൽ ഹൈവേയിൽ നിന്ന് NH നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരം മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു ബീച്ചാണ് മുരുടേശ്വർ ബീച്ച്. ആ ബീച്ചിനോട് ചേർന്നാണ് മുരുടേശ്വർ ക്ഷേത്രം. ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ ശിവന്റെ സ്റ്റാച്യുവിന്റെ പെയിന്റിങ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, വർക്കിന് വേണ്ടിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കമ്പികളെല്ലാം കെട്ടിവെച്ചിരിക്കുന്നത്. ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മറ്റു കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഇതിനോട് ചേർന്നുള്ള ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം സന്ദർശിക്കുന്നുണ്ട്. ആ മ്യൂസിയത്തിൽ തന്നെ തുടക്കം മുതൽ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിന്റെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന തരത്തിലുള്ള സ്റ്റാച്യു ഉണ്ട്. ഒന്നൊന്നായിട്ട് അതെല്ലാം വിവരിക്കണമെങ്കിൽ ഒരുപാട് സമയം വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ കാണാവുന്ന കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് മനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുൽമൈതാനവും കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കയറി നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മുരുടേശ്വർ ബീച്ച് കാണാവുന്നതാണ്. ഇവിടെ കാണുന്നത് ആ ടവറിനുള്ളില് താഴെ ക്ഷേത്രവും മുകളില് 18 നിലകളുള്ള ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കായിട്ടൊരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറാനായിട്ട് 20 രൂപ ഫീസുണ്ട്. ആ ലിഫ്റ്റിൽ കയറി നമ്മൾ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 4 ഭാഗത്തേക്കും വിൻഡോസ് ഉണ്ട്. ബേർഡ് ഐ വ്യൂസ്. ഓരോ വശത്തേക്ക് നോക്കിയാൽ ഓരോ കാഴ്ചകളാണ്. ഒരു ഭാഗത്ത് നോക്കിയാൽ ക്ഷേത്രം, ഒരു ഭാഗത്ത് ബീച്ച്, ഒരു ഭാഗത്ത് പ്രകൃതിയുടെ മറ്റൊരു കാഴ്ച. അതുപോലെ 4 ഭാഗത്തേക്കുമുള്ള മുകളിൽ നിന്നുള്ള വ്യൂ കാണുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ക്ഷേത്രത്തിനകത്ത് ക്യാമറ നിരോധിച്ചിരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകളൊന്നും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. ക്ഷേത്ര ദർശനത്തിന് ശേഷം പുറത്തു വന്നപ്പോൾ അതിനോട് ചേർന്ന മ്യൂസിയത്തിനുള്ളിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടേക്കും ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുരുടേശ്വര ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാച്യൂസാണ്. തുടക്കം മുതൽ നമുക്ക് ഈ സ്റ്റാച്യൂസ് എല്ലാം ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് നടന്ന് കാണാം.
അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉച്ച സമയത്തായിരുന്നു ഞങ്ങളിവിടെ എത്തിയത്. മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി നേരെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബീച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഇരുന്നാൽ നമ്മളെ ബീച്ചിൻ്റെ കാഴ്ചകളെല്ലാം വിശദമായി കാണാം. അങ്ങനെ നേരെ കാണുന്നതാണ് ബീച്ച് റെസ്റ്റോറൻറ്റ്. ഞങ്ങളങ്ങനെ നേരെ ആ ബീച്ച് റെസ്റ്റോറൻറ്റിനകത്തേക്ക് കടന്നു. ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബീച്ചിൻ്റെ കാഴ്ചകളെല്ലാം വിശദമായിട്ട് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലും എനിക്ക് തോന്നിയ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. വളരെയധികം ആളുകൾക്ക് ഒരുമിച്ച് കയറാനുള്ളതും വളരെ സേഫായി തോന്നിയ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. ഈ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. ₹100 ഒരാൾക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുന്നതിനായിട്ടുള്ള ഫീസ്. നല്ല രീതിയിൽ തിരമാല അടിക്കുന്നതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇങ്ങനെ വളരെയധികം ആടി ഉലയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവിടെ സ്പീഡ് ബോട്ടിന്റെ സർവീസ് അതുമാതിരി മറ്റ് ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു ബീച്ചിൽ. ഉച്ച സമയമായതുകൊണ്ടായിരിക്കാം ഇവിടെയുള്ള മറ്റുള്ള ആക്ടിവിറ്റീസിനെല്ലാം ആളുകൾ കുറവായിരുന്നു. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നത്. ഇത്രയും നേരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്രദമായിരിക്കും. സ്പീഡ് ബോട്ടിൽ പോകുമ്പോൾ ഇവരിങ്ങനെ സ്പീഡ് ബോട്ട് 2 സൈഡിലേക്ക് മാട്ടി ഉലച്ച് കണ്ടാൽ തന്നെ നമുക്കൊരു ഭീതി ഉണർത്തുന്ന രീതിയിലാണ് അവർ തീരത്തോട് അടുപ്പിക്കുന്നത്. ഇവിടെ കാണുന്ന പോലെ തന്നെ വളരെയധികം ആളുകൾക്ക് ഒരുമിച്ച് കയറി അവിടെ നിൽക്കാവുന്ന ഒരു സ്റ്റേജ് പോലെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എൻഡിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ ഒരു ഐസ്ക്രീമിന്റെ പേര് ആണ് ഗഡ്ബഡ് ഐസ്ക്രീം. ആ ഗഡ്ബഡ് ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.